ഇറാനെതിരെയുള്ള തങ്ങളുടെ യുദ്ധത്തെ നയിക്കുന്ന നേതാവ് ഇസ്രായേൽ ആകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ പദ്ധതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കുമെന്ന ഭീഷണിയോടൊപ്പമാണ് അമേരിക്ക തങ്ങളുടെ നേതാവിനെ പ്രഖ്യാപിച്ചത്. ഒമാനിൽ വെച്ച് യുഎസിന്റെയും ഇറാന്റെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന വാരാന്ത്യ ചർച്ച ശനിയാഴ്ച നടക്കുന്നതിന് മുന്നോടിയായാണ് ട്രംപിന്റെ പുതിയ ഭീഷണി വന്നിരിക്കുന്നത്. എന്നാൽ ഭീഷണിക്ക് പിന്നാലെ ഇതിന് മറുപടിയായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷക പരിശോധകരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇതോടെ നാളെ നടക്കാനിരിക്കുന്ന ചർച്ചയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്. ചർച്ച അലസിയാൽ യുദ്ധമുഖത്തേക്ക് ഇരു രാജ്യങ്ങളും കൂടുതൽ അടുക്കും. പിന്നീട് ആദ്യ അടിക്കായാകും ഇരു വിഭാഗവും കാത്തിരിക്കുക. അത് സംഭവിച്ചാൽ പശ്ചിമേഷ്യയുടെ സമാധാനം പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലുള്ള യുദ്ധത്തിലേക്കാകും കാര്യങ്ങൾ നീങ്ങുക. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അമേരിക്കയും ഇറാനും ശനിയാഴ്ച ഒമാനിൽ നേരിട്ട് ചർച്ച നടത്തുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയാണ് അറിയിച്ചത്. ഇറാന് മേൽ പരമാവധി സമ്മർദ്ദമെന്ന നയം വീണ്ടും ഏർപ്പെടുത്തുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതു മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ പിരിമുറുക്കത്തിലാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലുള്ള ചർച്ചകൾ ഒരു കരാറുമില്ലാതെ അവസാനിച്ചാൽ ഇറാനെതിരെ സൈനിക നടപടി എന്നതാണ് അമേരിക്കൻ നയം. ഇതിന് കൂട്ടായി മുന്നിൽ നിന്ന് നയിക്കാൻ ഇസ്രായേലും ഉണ്ടാകും. എന്നാൽ ഏത് സഖ്യത്തെയും നേരിടാനും തിരിച്ചടി നൽകാനും ഇറാൻ തയ്യാറാണെന്ന് നിലപാടിൽ തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ചർച്ചകൾക്ക് മുന്നോടിയായി നടക്കുന്ന ബാഹ്യ ഭീഷണികൾക്ക് മറുപടിയായി ടെഹ്റാൻ UN ആണവ നിരീക്ഷണ പരിശോധകരെ പുറത്താക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുതിർന്ന ഉപദേഷ്ടാവ് വ്യാഴാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാഹ്യ ഭീഷണികളുടെ തുടർച്ചയും ഇറാൻ സൈനിക ആക്രമണാവസ്ഥയിലായിരിക്കുന്നതും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിൽ നിന്നുള്ള ഇൻസ്പെക്ടർമാരെ പുറത്താക്കൽ, സഹകരണം അവസാനിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടിയിലേക്ക് നയിച്ചേക്കാമെന്നാണ് റിയർ അഡ്മിറൽ അലി ഷംഖാനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ചത്. എന്നാൽ ആണവായുധ പദ്ധതി ഉപേക്ഷിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുമെന്നും ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഇറാൻ അപകടത്തിലാവുമെന്നും പല തവണയായി ട്രംപും ഭീഷണി മുഴക്കുന്നുണ്ട്. സൈനിക നടപടിയാണെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാർ, ഇസ്രായേൽ അതിൽ വലിയ പങ്ക് വഹിക്കുമെന്ന് വ്യക്തമാണ്, അവരായിരിക്കും അതിൻ്റെ നേതൃത്വം, ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം ഇറാനുമായി ഒത്തുതീർപ്പിലെത്താനുള്ള ട്രംപിൻ്റെ നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ആഴ്ച ആദ്യം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യം US-നൊപ്പം ഇസ്രായേലിനും ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. പുതിയ പ്രഖ്യാപനത്തോട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അതേസമയം ഇറാനിൽ നിന്ന് UN ഇൻസ്പെക്ടർമാരെ പുറത്താക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ കണക്കുകൂട്ടലും നീക്കവുമായിരിക്കുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് ഇറാന് മുന്നറിയിപ്പ് നൽകി. 2015 ഇറാനും അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുമായി നടത്തിയ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതാണ് ഇപ്പോഴത്തെ നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തിച്ചത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരമായി അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന ആണവ കരാറായിരുന്നു അന്ന് ഉണ്ടാക്കിയത്. കരാർ പ്രകാരമാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിശോധകർ ഇറാനിൽ നിരീക്ഷകരായി എത്തിയത്. ഇവരെയാണ് ഇപ്പോൾ ഇറാൻ പുറത്താക്കാൻ ഒരുങ്ങുന്നത്. ഇതിലേക്ക് എല്ലാം നയിച്ചത് 2018 തൻ്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് തന്നെ തുടങ്ങിവെച്ച നടപടികളാണ്. നിലവിൽ സംഘർഷഭൂമിയായ പലസ്തീൻ, ഇസ്രായേൽ, യമൻ, സിറിയ, ലബനൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുറമെ ഇറാനും കൂടി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷത്തിലേക്ക് കടക്കുന്നത് ലോകത്ത് തന്നെ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതാകില്ല. മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തവും അപകടകരവുമാണ് ഇറാൻ എന്നതിനാൽ അവർ നടത്തുന്ന തിരിച്ചടികൾ ലോകത്തിനാകെ ആഘാതമുണ്ടാക്കുന്നതാകും. അതിനാൽ വരും ദിവസത്തെ ചർച്ച വിജയിക്കണമെന്നും ലോകം സമാധാനത്തിലേക്ക് നീങ്ങുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.